ഇപ്പോൾ സംസ്ഥാന അധ്യക്ഷൻ ബിജി തമ്പി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ബിജി തമ്പി 2 തവണയാണ് ഈ വാസു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്നത്. അത് മാത്രമല്ല, യാതൊരു പരിധിയും ഇല്ലാതെ തന്റെ അധികാരം ദുർവിനിയോഗം ചെയ്തിരിക്കുന്ന വാസുവിന് പിന്നിൽ ശക്തരായ ചില നേതാക്കൾ ഉണ്ടെന്ന് തന്നെ ഈ അവസരത്തിൽ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താണ് ഈ അവസരത്തിൽ അങ്ങേക്ക് പ്രതികരിക്കാനുള്ളത്? സ്വാമി ശരണം. യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ വാസു എന്ന് പറഞ്ഞൊരു വ്യക്തി ശബരിമല ധർമ്മശാസ്താവിന് ഏറ്റവും കൂടുതൽ ദ്രോഹങ്ങൾ ചെയ്തൊരു വ്യക്തിയാണ്. ഈ വാസു 2 ടേമാണ് കമ്മീഷണറായിട്ടിരുന്നത്. ഒരു ടേമേ പ്രസിഡന്റായിട്ട് ഇരുന്നിട്ടുള്ളൂ, 2 ടേം കമ്മീഷണറായിട്ട് ഇരുന്നിട്ടുണ്ട്. 3ാമത്തെ ടേമിലേക്ക് കമ്മീഷണറായിട്ട് എക്സ്റ്റൻഷൻ കൊടുത്തപ്പോൾ ഹൈക്കോടതി അന്ന് അനുവദിക്കാത്തത് കൊണ്ടാണ് 5-6 മാസങ്ങൾക്ക് മുമ്പിൽ സ്വർണ്ണ താലത്തിൽ വെച്ചാണ് പിണറായി വിജയൻ പ്രസിഡന്റ് പദവി ഈ വാസുവിന് നൽകിയത്. അപ്പോ ഈ വാസു എന്ന് പറയുന്ന ഒരു ഡെഡ് എൻഡിൽ കൊണ്ട് നിർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. കാര്യം വാസു മാത്രമല്ല, വാസുവിലൂടെ അന്നത്തെ ദേവസ്വം മന്ത്രി കടകംപള്ളിയിലൂടെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പിണറായി വിജയനിലേക്ക് വരെ എത്തേണ്ട ഒരു ലിങ്കാണ് വാസു. കാര്യം പക്കാ CPM കാരനാണ്, CPMന്റെ പഞ്ചായത്ത് പ്രസിഡന്റായിട്ടിരുന്നുള്ള ആളാണ്. അയാൾ മാത്രമല്ല, ഒരിക്കലും ഒരു ദേവസ്വം ബോർഡ് കമ്മീഷണറായിട്ട് ഇങ്ങനൊരാൾ വരാറില്ല. എപ്പോഴും അത് സിവിൽ സർവീസിൽ നിന്നുള്ള ആരെങ്കിലും ആയിരിക്കും ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിട്ട് വരിക. അപ്പൊ പിണറായി വിജയന്റെ പ്രത്യേക താല്പര്യപ്രകാരം ഈ വാസുവിനെ ദേവസ്വം ബോർഡ് കമ്മീഷണറാക്കിയതാണ്. വാസുവാണ് അവിടെ എല്ലാ അഴിമതികളും കാണിച്ചത്. മാത്രമല്ല, യുവതീ പ്രവേശനത്തിന് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് നിന്ന ആൾ വാസുവാണ്. സുപ്രീം കോടതിയിൽ ഡൽഹി താമസിച്ച് സുപ്രീം കോടതിയിൽ ആദ്യം ദേവസ്വം ബോർഡ് കൊടുത്ത, അതായത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് കൊടുത്ത ദേവസ്വം ബോർഡ് കൊടുത്ത അവിടെ വിറ്റ് മാറ്റി തിരുത്തി യുവതികളെ പ്രവേശിപ്പിക്കണമെന്ന് ദേവസ്വം ബോർഡ് ആവശ്യപ്പെട്ടത് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച വ്യക്തി വാസുവാണ്. മാത്രമല്ല, വാസു അവിടെ കമ്മീഷണറായിരുന്ന സമയത്താണ് അവിടെ ഈ പത്മകുമാർ പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് രാത്രിയുടെ മറവിൽ അവിടെ യുവതികളെ കയറ്റിയതും. മാത്രമല്ല, ഈ പറഞ്ഞ മറ്റു 2 യുവതികളെ ശബരിമലയെ കൊണ്ടുവരാൻ ശ്രമിച്ചതും ആ സമയത്ത് അതൊക്കെ ചെയ്തത് ഈ വാസുവാണ് ഇതിന്റെ പിന്നിലെ ഏറ്റവും വലിയ ഇതിനകത്ത് അയ്യപ്പ ഭഗവാൻ ഏറ്റവും ദ്രോഹം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ ഈ സ്വർണ്ണക്കൊള്ള വാസുവിന്റെ മാത്രം ഒരു ആസൂത്രണമല്ല. ഇതിന് പിന്നിൽ പിന്നോട്ട് സഞ്ചരിച്ചാൽ മറ്റ് പല വ്യക്തികളും പല ഉന്നതന്മാരും ഇതിൽ കുടുങ്ങേണ്ടതാണ്. പക്ഷേ ഇത് വാസുവിൽ കൊണ്ട് അവസാനിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ 2 ടേം കമ്മീഷണറായിരുന്ന, ഒരു ടേം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിരുന്ന ഒരു വ്യക്തിയെ ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. ഈ അറസ്റ്റഡ് പ്രഹസനമായി മാറുമോ എന്നുള്ളതാണ് നമുക്ക് ഇനി നോക്കേണ്ടത്. കാര്യം ഇവിടുത്തെ പോലീസ് കൈകാര്യം ചെയ്യുന്ന ആരാണ്? സാക്ഷാൽ പിണറായി വിജയനാണ്. പിണറായി വിജയനെ വെറുപ്പിച്ചുകൊണ്ടൊരു പോലീസും SIT അല്ല ആരായാലും പെരുമാറാൻ പോകുന്നില്ല. പിന്നെ കോടതിയുടെ ഒരു നിരീക്ഷണം മാത്രമാണ് ഇതിലുള്ള ഒരേ ഒരു നമ്മുടെയൊക്കെ ഒരു പ്രതീക്ഷ. പക്ഷേ അതും അതിനപ്പുറവും മണികടന്ന് കോടതിക്ക് നേരിട്ട് ഒന്നും അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. പോലീസ് അന്വേഷിച്ച് അല്ലെങ്കിൽ SIT അവർ അന്വേഷിച്ച് കൊടുക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമല്ലേ കോടതിക്ക് ഈ കേസിൽ ഇടപെടാൻ പറ്റൂ. അപ്പോൾ ഇത് വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇതിപ്പോ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഇപ്പം ഈ പറഞ്ഞ ഒരു ഇലക്ഷനൊക്കെ വരാൻ പോകുന്നു. ഈ ഒരു അവസ്ഥയിൽ സർക്കാരിന്റെ മുഖം മിനുക്കുക, ഹിന്ദുക്കളെ പറ്റിക്കുക, ഹിന്ദുക്കളെ വീണ്ടും ഹിന്ദുക്കളുടെ വോട്ട് തട്ടിയെടുക്കാൻ വേണ്ടിയുള്ള ഒരു ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് ഇപ്പൊ 2 കാര്യങ്ങൾ നടന്നത്. ഒന്ന്, ഈ വാസുവിന്റെ അറസ്റ്റ് പിണറായി വിജയൻ അറിയാതെ ഒന്നും വാസുവിനെ അറസ്റ്റ് ചെയ്യില്ല. വാസുവിന്റെ അറസ്റ്റും തൊട്ടു മുമ്പ് മുൻ ചീഫ് സെക്രട്ടറി ആയിരുന്ന ശ്രീ K. ജയകുമാറിനെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത്. അതും ഒരു തരികിട പരിപാടിയാണ്, തട്ടിപ്പ് പരിപാടിയാണ്. ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടി പിണറായി വിജയൻ ആസൂത്രണം ചെയ്ത ഒരു ഗൂഢ നീക്കമാണ്. കാര്യം രാഷ്ട്രീയക്കാരാണ് ഇത്രയും കാലവും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പൊ രാഷ്ട്രീയക്കാരനെ മാറ്റി ഒരു സിവിൽ സർവീസിൽ നിന്നുള്ള ഒരാളിനെ കൊണ്ടുവരണമെങ്കിൽ അത് ഹിന്ദുക്കളെ പറ്റിക്കാൻ വേണ്ടി, അതായത് ഈ പറഞ്ഞ എല്ലാത്തിനും ഒരു മുഖംമൂടി ഇടാൻ വേണ്ടി. പക്ഷേ ജയകുമാർ സാറിനൊക്കെ ഒരുപാട് പരിമിതികളുണ്ട്. ഈ രാഷ്ട്രീയക്കാരുടെ അവരാണല്ലോ ഭരിക്കുന്നത്. അപ്പൊ അവിടെയൊക്കെ അദ്ദേഹം എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളതൊക്കെ നമുക്ക് കണ്ടിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. അതേ വിജി തമ്പി, ഈ അറസ്റ്റിലൂടെയും സർക്കാർ ജനങ്ങളെ പറ്റിക്കുക തന്നെയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇത്രയും വൈകിയ ഒരു അറസ്റ്റ്, അത് തെളിവുകൾ മായ്ക്കാനുള്ള ഒരു സമയമാണ് സർക്കാർ ഈ വാസുവിന് അനുവദിച്ചത് എന്ന് തന്നെ പറയേണ്ടി വരില്ലേ വിജി തമ്പി? അതാണല്ലോ ഞാൻ പറഞ്ഞത്. വാസുവിനെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പിണറായി വിജയന്റെ കൃത്യമായ അറിവോടും സമ്മതത്തോടും കൂടി മാത്രമാണ്. അല്ലാതെ ഒന്നും വാസുവിനെ പോയി അറസ്റ്റ് ചെയ്യില്ല.
കാര്യം വാസു എന്ന് പറഞ്ഞാൽ CPM-ന്റെ കൃത്യമായ നേതാവാണ്, പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന ആളാണ്, പിണറായി വിജയന്റെ ഏറ്റവും വലിയ വിശ്വസ്തനാണ്. ഞാൻ ചോദിക്കട്ടെ, ശബരിമലയുടെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ചരിത്രത്തിൽ ഇന്നവരെയെങ്കിലും ദേവസ്വം ബോർഡിന്റെ കമ്മീഷണറായിരുന്ന ഒരാൾ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് ആയിട്ടുണ്ടോ? ഇതുവരെയെങ്കിലും, ഇത്രയും വർഷമായല്ലോ, 75 വർഷത്തെ ചരിത്രം പറയുന്ന ദേവസ്വം ബോർഡിൽ ഇന്നുവരെയെങ്കിലും ആയിട്ടുണ്ടോ? അപ്പോൾ അത് സ്വർണ്ണത്താലത്തിൽ വെച്ച് പിണറായി വിജയൻ ഈ വാസുവിന് കൊടുത്തെങ്കിൽ അതിൽ ഒരുപാട് കള്ളക്കളികൾ ഇതിന്റെ പിന്നിലുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത്, വാസുവിനെ ബലിയാടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, വാസുവിനെ എന്തെങ്കിലും രീതിയിൽ ബലിയാടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും കുടുങ്ങും. ഇത് വാസുവിന്റെ അറസ്റ്റൊക്കെ വെറും പ്രഹസനമായിരിക്കും. മിക്കവാറും ഇന്ന് തന്നെ വാസുവിന് ജാമ്യം കൊടുക്കും, അതവിടെ കിടക്കും. അതെല്ലാം ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്, ഇതെല്ലാം കൃത്യമായ കളിയാണ്. അവസാനം വാസു നിരപരാധിയാണെന്ന് തെളിയും, പാവപ്പെട്ട മറ്റു ആൾക്കാർ ഇതിനകത്ത് കുടുങ്ങുകയും ചെയ്യും. പാവപ്പെട്ടവരെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷെ ഇതിനകത്ത് എല്ലാവരും, അതായത് ഇത് ഒരു ഹൈക്കോടതിയുടെ ഒന്നും കളിയല്ല. ഇത് കളിക്കുന്നത്, അല്ലെങ്കിൽ ഇത് ഹൈക്കോടതിയെ കൊണ്ട് കളിപ്പിക്കുന്നത് സാക്ഷാൽ ശബരിമല ധർമ്മശാസ്താവാണ്. പിണറായി വിജയന്റെ കഷ്ടകാലത്തിനാണ് പിണറായി വിജയൻ പമ്പയിൽ ഒരു അയ്യപ്പ സംഗമം എന്ന പേരിൽ ഒരു തട്ടിപ്പ് പരിപാടി നടത്തിയത്. അതിൽ നിന്നാണ് അയ്യപ്പസ്വാമി കോപിച്ചത്. ഇതിനി ഓരോ തുടർച്ചയായിട്ട് വരും. ഈ മണ്ഡലകാലം നോക്കിക്കോളൂ, മണ്ഡലകാലം വളരെ വലിയ പ്രശ്നങ്ങൾ ശബരിമലയിൽ ഉണ്ടാകാൻ പോകുന്നു. അതുകൊണ്ടാണ് വിശ്വഹിന്ദു പരിഷത്ത് എടുത്തെടുത്ത് പറഞ്ഞത്, ശബരിമലയിൽ ദേവപ്രശ്നം നടത്തണം, ഭഗവാന്റെ ഹിതം അറിയണം, ഭഗവാന്റെ ഹിതം അറിഞ്ഞിട്ടേ ശബരിമലയിൽ മണ്ഡല പൂജ ആരംഭിക്കാവും പാടുള്ളൂ എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്? എവിടെ ശബരിമലയിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്ന ദേവസ്വം ബോർഡോ മന്ത്രിയോ തന്ത്രിയോ ഒന്നുമല്ല. അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്ന സാക്ഷാൽ ശ്രീ അയ്യപ്പനാണ്, ധർമ്മശാസ്താവാണ്. അദ്ദേഹത്തിന്റെ അഹിതം ഉണ്ടെങ്കിൽ ആ അഹിതം മനസ്സിലാക്കണം, അദ്ദേഹത്തിന്റെ ഹിതം എന്താണെന്ന് അറിയണം, അതറിഞ്ഞിട്ട് വേണം പൂജ നടത്താൻ. ഇല്ലെങ്കിൽ ഓരോ ദോഷങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കരുതിയിരിക്കുക. ദേവസ്വം ബോർഡായാലും കൊള്ളാം, അവിടുത്തെ തന്ത്രിമുഖ്യന്മാരായാലും കൊള്ളാം, പൂജാരിമാരായാലും കൊള്ളാം. ഭഗവാന് കോപം ഉണ്ടെങ്കിൽ ആ കോപത്തിന് പരിഹാരം കണ്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ അപകടങ്ങൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്.